ചേട്ടൻ ചേച്ചി ഇതുവരെ കാണിച്ചില്ല അല്ലേ? അവരുടെ മാരേജ് കഴിഞ്ഞിട്ട് 1 year ആയി. ചേട്ടൻ ഇപ്പൊ എവിടെയാണ് എന്നുള്ള കാര്യമൊക്കെ സർപ്രൈസ് ആയിട്ട് ഇരിക്കട്ടെ. വിത്തിൻ 3 months അല്ലടാ, വിത്തിൻ 3 months നമ്മൾ റിവീൽ ചെയ്യുന്നതായിരിക്കും. ഞാനൊരു 5-6 വട്ടം ആലോചിച്ചു ഇത് ഈ വീഡിയോ ഷൂട്ട് ചെയ്യണോ വേണ്ടേ എന്നുള്ള കാര്യം. ഞങ്ങളുടെ ഫാമിലിയിൽ അതും എൻ്റെ ബ്രദർ ഒരു പോലീസ് ഓഫീസറായിട്ട് പാസിങ് ഔട്ട് പരേഡ് കാണാൻ ഞങ്ങൾക്ക് ഭാഗ്യമുണ്ടല്ലോ. ഞങ്ങൾ ഭയങ്കര പ്രൗഡാണ്. സോ ഒരിക്കലും ലൈഫിൽ ഡൗൺ ആവരുത് എന്നുള്ളതിനൊരു എക്സാമ്പിളാണ് എൻ്റെ ബ്രദർ. അത് ഞാൻ ഉറപ്പായിട്ടും പറയാം. ബിക്കോസ് പണ്ട് കാലം മുതലേ, അല്ലെങ്കിൽ അവൻ എന്ന് PSC എന്ന് പറയുന്നൊരു കാര്യത്തിലോട്ട് എൻ്റർ ആയോ അതിനുശേഷം ഒരിക്കലും അവൻ ബാക്കിലോട്ട് വലിഞ്ഞിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ബിക്കോസ് പുറത്തുനിന്നുള്ള ഫോഴ്സ് അതിന് മാത്രമാണ്. പക്ഷെ എല്ലാം കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു അവൻ അങ്ങനെ ഒരു ട്രെയിനിങ് സെൻറ്ററോ അങ്ങനെയൊന്നും എൻ്റെ ബ്രദർ പോയിട്ടില്ല. ഞാൻ ആ റൂം കണ്ടിട്ടുണ്ട്. നമുക്ക് ഒരു പാഷനേറ്റ് ആയിട്ടുള്ള ഒരാളുടെ റൂമിൽ ഈ അഫോർമേഷൻസ് കീപ്പ് ചെയ്യുമെന്ന് പറയത്തില്ല, അതുപോലെ റൂമിൻ്റെ 4 ചുവരുണ്ടെങ്കിൽ 4 ചുവരിൽ ജനറൽ GK ആയിട്ടുള്ള ഐറ്റംസ്, പിന്നെ എന്താ പറയുക, കംപ്ലീറ്റ്ലി അതൊരു വേറൊരു വേൾഡാണ് ആ റൂം ക്രിയേറ്റ് ചെയ്തത്. ബിക്കോസ് അവൻ കംപ്ലീറ്റ്ലി അത് ഡെഡിക്കേറ്റ് ചെയ്തു, അതിന് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്തിരുന്നത് കൊണ്ടാണ്. കുറേ നാളത്തെ കഷ്ടപ്പാടിന് ശേഷം കിട്ടി. ഞാൻ എൻ്റെ ചേട്ടൻ്റെ സഹധർമ്മിണി, അങ്ങനെയല്ലേ പറയണം? സഹധർമ്മിണിയുടെ അർത്ഥം എന്തിനാണ്? ആയിരിക്കുമല്ലേ. പാസിംഗ് ഔട്ടിന് മുന്നേ ഉള്ള ഭാര്യയുടെ സന്തോഷമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ജിത്തുവിൻ്റെ. ഹേ ഗൈസ്, ഗുഡ് മോർണിംഗ്, സുപ്രഭാതം എല്ലാവർക്കും. സമയം 3:58. സോ ഇന്ന് ആണ് ആ ദിവസം, എൻ്റെ ബ്രദറിൻ്റെ പോലീസ് പാസിംഗ് ഔട്ട്. സോ ഭയങ്കര എക്സൈറ്റഡാണ്. സത്യം പറഞ്ഞാൽ ഉറങ്ങിയില്ല, ചെറിയ 1 മണിക്കൂർ എന്താ ഉറങ്ങിയിട്ടുള്ളൂ, ഞാനും ഇൻക്ലൂഡിങ് ഫാമിലി എല്ലാവരും. സോ നമുക്ക് പെട്ടെന്ന് റെഡിയാവണം. പെട്ടെന്ന് റെഡിയായി ഒരു വിത്തിൻ ഹാഫ് ആൻ അവർ ഇവിടെ നിന്ന് ഇറങ്ങും. ഓക്കെ, സോ ദാറ്റ് ഡേ നമ്മൾ കാത്തിരുന്ന, അല്ലെങ്കിൽ അവരും എൻ്റെ ബ്രദറും ഞാനും ഫാമിലിയും അങ്ങനെ ഓരോ പോലീസ് ഓഫീസേഴ്സും കാത്തിരുന്ന ആ ഡേക്ക് വേണ്ടിയിട്ട്. ലെറ്റ്സ് സ്റ്റാർട്ട്. ദിസ് ഈസ് കംപ്ലീറ്റ്ലി ഡെഡിക്കേറ്റഡ് ടു എല്ലാ ഫാമിലീസും. ലെറ്റ്സ് ഗോ. സോ ഗൈസ്, ഈ കാണുന്നതാണ് എൻ്റെ ചേട്ടൻ അഭിജിത്ത്. ഞങ്ങൾ ജിത്തു എന്ന് വിളിക്കും. കൂടെ നിൽക്കുന്നത് അവൻ്റെ പാർട്ട്ണറാണ്, ഞങ്ങളുടെ ഒരേ ഒരു കുഞ്ചു. സോ കുഞ്ചുവിനെ കാണിച്ചു തരാം. ബ്ലാക്ക് ഡ്രസ്സിൽ അടിപൊളിയായി നിൽക്കുന്നുണ്ടോ? ഇതാണ് എൻ്റെ കുഞ്ചു. രാവിലെയുള്ള ഓട്ടത്തിനിടയിൽ ആരെയും അങ്ങനെ പിടിച്ചിരുത്തി വീഡിയോ ചെയ്യാനൊക്കെ പ്ലാൻ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ആരെയും കിട്ടിയില്ല. ഇരിക്കുന്നു എൻ്റെ പാച്ചക്കുട്ടൻ. ആൻഡ് അമ്മയൊക്കെ ഓട്ടത്തിനിടയിൽ കിട്ടി എന്നുള്ള രീതിയിലായിരുന്നു. നിന്ന് റെഡി ആവുന്നതാണ് എൻ്റെ നിങ്ങൾക്ക് എന്നെ കാണാമോ? ഞാനിപ്പോൾ ഫാമിലീസിനെല്ലാം അവിടെ പരേഡിൻ്റെ അവിടെ ഇറക്കിയിട്ട് ഞാനിങ്ങ് പാർക്കിങ്ങിൽ നിൽക്കുകയാണ്. പാർക്കിങ്ങിൽ നിൽക്കുന്ന കാര്യം എന്ന് വെച്ചാൽ, അതായത് ചേട്ടൻ്റെ അളിയൻ, ചേച്ചിയുടെ സഹോദരനും അവരും വേറൊരു കാറിലാണ് വന്നത്. അപ്പോൾ ഇനി അവരെയും കൂടെ പിക്ക് ചെയ്തിട്ട് നേരെ നടക്കാനുണ്ട്, കുറേ ഉണ്ട്. രാവിലെ ഒരു കാടിയായി ഒരു ഓൾമോസ്റ്റ് എത്ര കിലോമീറ്റേഴ്സ്, ഒരു 1.5 കിലോമീറ്ററിന് അകത്ത് വന്നേ.
അപ്പോൾ ഇതിനി തിരിച്ച് നടക്കണം അത്രേ പരേഡ് ഗ്രൗണ്ടിലോട്ട്. ഓക്കെ, ഇനി അവരോട് വന്നിട്ട് ഞാൻ അവരെ ഇനി ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരാം. ഓക്കെ ബൈ. ഇരുട്ടത്തും എല്ലാം നമുക്ക് കാണാം ഗൂസിന്. ഞാനും നിതിൻ ചേട്ടനും ഉണ്ട്. നിതിൻ ചേട്ടനതും കണ്ടുകൂടാ, ഫുള്ളിരുട്ട്. അങ്ങനെ നിതിൻ ചേട്ടനും വന്നിട്ട് ഞാനും നിതിൻ ചേട്ടനും കൂടെ ഇങ്ങനെ നടന്ന് പോയപ്പോഴാണ് ഞങ്ങൾ ഈ വന്നത് ഒരു ഏകദേശം 1.5 കിലോമീറ്റർ അകത്തോട്ടാണ് വന്നത്. അപ്പോൾ ഞങ്ങളങ്ങനെ നടന്ന് കാണുന്ന വഴി കൂടെ നടന്നങ്ങ് ഇറങ്ങുമ്പോൾ മെയിൻ റോഡ് ലെഫ്റ്റ് സൈഡിൽ കാണുന്നില്ല, ഇതാണ് മെയിൻ എൻട്രി. അതായത് ഗസ്റ്റൊക്കെ നമ്മുടെ CM ഒക്കെ വരുന്ന ടൈമിൽ ഇതുവഴിയായിരിക്കും എൻ്റർ ആവുന്നത്. പിന്നെ നമുക്ക് എൻ്റർ ചെയ്യാനായിട്ട് ഫ്രണ്ട് ഗേറ്റും ബാക്ക് ഗേറ്റും ഉണ്ട്. അപ്പോൾ ഇതിനപ്പുറത്തൊരു ഗേറ്റുണ്ട്. അപ്പോൾ ആ സൈഡിൽ വേണം നമ്മൾ പോകാനായിട്ട്. നമുക്ക് എൻട്രി ഉള്ളത് അവിടെയാണ്. നിങ്ങൾക്ക് ഞാനൊരു സത്യാവസ്ഥ പറഞ്ഞുതരാം. ഏകദേശം 300 അടുപ്പിച്ച്. അപ്പോൾ അതുപോലെ തന്നെ ആ 300 പേരുടെ ഫാമിലി എന്ന് പറയുമ്പോൾ അറൗണ്ട് 4,000 മെമ്പേഴ്സ് ആയിരുന്ന ഒരു ബിഗ് ഇവൻറ്റിലോട്ടാണ് നമ്മൾ പോകുന്നത്. ഹലോ, ഓ മൈ ഗാഡ്, ഇതാണ് ഗ്രൗണ്ട്. അത് കഴിഞ്ഞ് എൻ്റർ ചെയ്തതിന് ശേഷം അവരെല്ലാം ഫാമിലി എല്ലാം സീറ്റ് പിടിച്ചു. ഈ കാണുന്നതാണ്, ഇതാണ് ചേച്ചിയുടെ അച്ഛൻ, അമ്മ, പിന്നെ അതിനപ്പുറത്തായിട്ട് തല ഒളിഞ്ഞു നോക്കുന്നതാണ്ട, അതാണ് എൻ്റെ ഒരു അനിയത്തി. അങ്ങനെ അവർ രണ്ടുപേരും അടുത്തടുത്തുണ്ട്. പിന്നെ അച്ഛനും അമ്മയും അതിനടുത്ത് ഇവിടെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ പിന്നെ അവിടെ ഇരിക്കാനായിട്ട് നിന്നില്ല. ഞങ്ങൾ കുറച്ച് നടന്ന് ഫുള്ള് നിങ്ങൾക്കും കൂടെ കുറച്ച് കാര്യങ്ങളൊക്കെ കാണിച്ചു തരാനായിട്ട് ഞാനും ചേട്ടനും കൂടെ കുറച്ചങ്ങനെ നടക്കാനുള്ള പ്ലാനിലായിരുന്നു. ഇത് ഈ കാണുന്ന വണ്ടിയുണ്ടോ, ഇതാണ് CM പോകാനായിട്ട് വന്നു കഴിഞ്ഞാൽ ഫുൾ ഇങ്ങനെ പരേഡ് ഗ്രൗണ്ട് ഫുള്ളും കറങ്ങും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അപ്പോൾ നിങ്ങൾ ആ ഗ്രൗണ്ട് കണ്ട ഗ്രൗണ്ടിൻ്റെ വ്യൂ, ഞാൻ ഇവിടെ നിന്ന വ്യൂ എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു. അടിപൊളി വ്യൂ എന്ന് പറഞ്ഞാൽ നല്ല കിടിലം വ്യൂ. ആ റൈറ്റ് സൈഡിൽ കാണുന്ന ഒരു കൊടയൊക്കെയുള്ള പാർട്ടില്ലേ, സോ അത് അവർ ബിൽഡ് ചെയ്തെടുത്തതാണ്. ഇവർ തന്നെ ബിൽഡ് ചെയ്തെടുത്തൊരു പാർട്ടാണ്. പിന്നെ ഫുൾ ഗാലറി ആയിട്ട് ഒരുപാട് ഫാമിലീസ്. ഇത് ഈ കാണുന്നുണ്ടോ, ഇതാണ് അവർ ഇവിടെ വണ്ടിയൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കുകയാണ്. പിന്നെ അതിലൊരു ഡോഗ് സ്ക്വാഡിനെയൊക്കെ കൊണ്ടുവന്ന് ചെക്ക് ചെയ്യുന്നൊരു കാര്യമൊക്കെ ഉണ്ടായിരുന്നു. കുറച്ചും കൂടെ നേരെ അവിടെ നിന്നപ്പോൾ വെട്ടമൊക്കെ വന്ന് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഫുൾ സ്ക്രീനാണ്. ഫുൾ നല്ല വെളിച്ചത്തിൽ. ഇപ്പോൾ ഏകദേശം ഒരു 7 മണിയൊക്കെ ആയി കാണും. 7 മണി ടൈമിലൊക്കെയാണ് ഇത് നടക്കാനായിട്ട് പോകുന്നത്. അങ്ങനെ അവരുടെ എൻട്രിക്ക് വേണ്ടിയിട്ട് ഞാനും ചേട്ടനും വെയിറ്റിംഗ് ആണ്. എനിക്ക് ഫാമിലീസിന് അടുത്ത് പോയി എടുക്കാൻ പറ്റിയിട്ട് ഇനി നമുക്ക് കുറച്ച് പരേഡിൻ്റെ ആ ഒരു വീഡിയോസൊക്കെ കാണാം. ഭയങ്കര രസമെന്ന് പറഞ്ഞാൽ ഭയങ്കര രസമായിട്ട് നല്ല ആസ്വദിച്ച് നിൽക്കാനായിട്ട് തോന്നാം. അതിനും മാത്രമുണ്ട്.
നിങ്ങൾ ആലോചിക്കും ഇത് കണ്ട എത്രത്തോളം അവരുടെയൊക്കെ ഓരോരുത്തരുടെ ഫേസ് ഒന്നും എനിക്ക് കിട്ടിയിട്ടില്ല, പക്ഷെ ഭയങ്കര സന്തോഷത്തോടുള്ള എത്ര ഫാമിലീസ് ആണെന്ന് അറിയുമ്പോൾ അവിടെ ഇരിക്കുന്നത്. അങ്ങനെ CM എത്തിയിട്ടില്ലായിരുന്നു. CMനും അവർ DGP ആണ് ഫുള്ള് അവിടെ റൗണ്ട് അടിച്ചത്. ഒരു മഹാരാജ്യത്തിന്റെ കരുത്താണ്. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഞാൻ കരുതി കുറച്ച് അങ്ങോട്ട് പോയി നോക്കാം. എല്ലാവരും ലെഫ്റ്റ് സൈഡ് പിടിച്ച് അങ്ങ് പോയി കേട്ടോ. ആൾക്കാരെല്ലാം ഫാമിലീസ് എല്ലാവരുടെ ആൾക്കാരെ കാണാനായിട്ട് 1-2 പേരൊക്കെ ഇങ്ങനെ കണ്ടു വിസിറ്റ് ചെയ്തു. ഈ വീഡിയോസിലൊക്കെ എവിടെയാണ് ചേട്ടൻ നിൽക്കുന്നതെന്ന് എനിക്കറിയത്തില്ലായിരുന്നു, പക്ഷെ അവർ റൈറ്റ് സൈഡിലാണെന്ന് മനസ്സിലായി. സോ അത്രയും നേരം അവരവിടെ പിടിച്ച് നിന്ന് ഞാൻ ഇങ്ങനെ കുറച്ച് നേരം കറങ്ങി, എന്തെങ്കിലും കാണാൻ പറ്റുമോ എന്ന് അറിയാനായിട്ട് കുറച്ച് നേരം കറങ്ങിയിട്ടുണ്ടായിരുന്നു. അവരുടെ ഇടയിൽ കൂടെ തന്നെ കുറച്ച് നേരം ഒന്ന് മുമ്പോട്ടൊക്കെ പോയിട്ട് എനിക്ക് പറ്റാവുന്ന രീതിയിലൊക്കെ ഞാൻ ഷൂട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്, പക്ഷേ അതിലെനിക്ക് കാണാൻ പറ്റിയിട്ടില്ല. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ കുഞ്ചു വന്നു. കുഞ്ചു അങ്ങ് അവരുടെ അടുത്തായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് കുഞ്ചു ഇഞ്ഞ് ചാടി വന്ന് പരേഡ് കഴിഞ്ഞത്. പരേഡ് ഞങ്ങളുടെ ഫ്രണ്ടിൽ കൂടെ പാസ് ചെയ്ത് പോയതിന് ശേഷമാണ് ചേച്ചി ഇഞ്ഞ് വന്നത്. അത് ഭയങ്കര രസമായിട്ടുള്ളൊരു വീഡിയോ ആയിരുന്നു കേട്ടോ. അങ്ങനെ അവരവിടെ ഇരുന്ന്, ഞാൻ പറഞ്ഞില്ല കുറച്ച് വെയിലൊക്കെ ആയപ്പോഴാണ് അവരവിടെ നിന്ന് ചാടി ഇഞ്ഞ് വന്നത്. ബാക്കിൽ ബ്ലൂ ഷർട്ട് പോകുന്നുണ്ട്, അത് അച്ഛൻ. പിന്നെ എൻ്റെ അനിയൻ വന്നിട്ടുണ്ട്. പിന്നെ അതൊക്കെ എടുത്ത് കാണിക്കുന്നു. ഫൈനലി നമ്മൾ ഫാമിലീസ് വീണ്ടും ഒത്തുചേരുകയാണ് സുഹൃത്തുക്കളെ. വെയിലടിച്ച് കരിഞ്ഞു നിൽക്കുന്ന എൻ്റെ അനിയത്തിമാരും ചേച്ചിയും എല്ലാവരുടെയും ഇടയിൽ തിരിച്ചെത്തി. സത്യം പറഞ്ഞാൽ ഭയങ്കര സന്തോഷം. എല്ലാവരുടെ മുഖത്തും ഭയങ്കര പ്രൗഡെന്നൊക്കെ പറഞ്ഞാണ്ടല്ലോ, ഭയങ്കര സന്തോഷം. ഫീൽ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അച്ഛനൊക്കെ തെളിഞ്ഞ മുഖത്തോടെയൊക്കെ നിൽക്കണം എന്ന് പറഞ്ഞാണ്ടല്ലോ, അത് നമുക്ക് എപ്പോഴും കാണാൻ പറ്റുന്ന ഒരു കാര്യമല്ല. സോ അങ്ങനെ അതാ നമ്മുടെ കഥാനായകനെ കണ്ടെത്തിയിരിക്കുന്നു സുഹൃത്തുക്കളെ. ദ മാസ്റ്റർ അഭിജിത്ത്.
പോലീസ് ഓഫീസർ, ദ വൺ ആൻഡ് ഓൺലി. അവൻ്റെ കഷ്ടപ്പാടും അവൻ്റെ എന്താ അവൻ്റെ ഒരു പ്രസൻസ് ഉണ്ട്. ആ ഒരു യൂണിഫോമിലൊക്കെ എൻ്റെ ഫ്രണ്ട് നിന്നപ്പോഴുണ്ടല്ലോ, ഞാൻ കുറച്ച് നേരം എനിക്കെന്ത് പറയണമെന്ന് അറിയണം, ഞാൻ സ്റ്റക്കായിട്ട് നിൽക്കിയത്. പിന്നെ ഒരു ബെറ്റർ ആയിട്ടൊരു പൊസിഷൻ കണ്ടുപിടിച്ചിട്ട് നമുക്ക് എന്തുമാത്രം ഫാമിലീസ് എന്ന് പറയുമ്പോൾ എന്തുമാത്രം ഫാമിലീസ്. അങ്ങനെ ചേട്ടൻ്റെ ഒരു കോളിന് വേണ്ടിയിട്ട് കുറേ നേരം അവിടെ വെയിറ്റ് ചെയ്തിരുന്നു. അങ്ങനെ ഫൈനലി അവൻ വിളിച്ച് അവനെ കണ്ട സമയത്ത് എനിക്ക് സത്യം പറഞ്ഞാൽ അവനെ ഷൂട്ട് ചെയ്താൽ മതി, എനിക്കൊന്നും സംസാരിക്കാനില്ല. ഭയങ്കര ഒരു പ്രൗഡ് ഫീലായിരുന്നു എനിക്ക്. സത്യം പറഞ്ഞാൽ കുഞ്ചോയ്ക്കാണെങ്കിൽ അവൻ്റെ കൈപ്പിടി പിന്നെ വിട്ടിട്ടില്ല, ആ ഒരു പിടുത്തത്തിൽ അങ്ങ് കൊണ്ടുപോയി. സോ അങ്ങനെ ഒരു പോലീസ് ഓഫീസറിൻ്റെ കൂടെയാണ് സുഹൃത്തുക്കൾ. നമ്മൾ നല്ലൊരു പൊസിഷൻ നോക്കി പോകുമായിരുന്നു ഫോട്ടോസൊക്കെ എടുക്കാനും. നിങ്ങൾ വൈറലായിട്ടൊരു വീഡിയോ കണ്ടില്ല, നിങ്ങളൊരു കിട്ടില്ല വീഡിയോ കണ്ടിട്ടില്ലേ? ആ വീഡിയോ അതങ്ങനെ സംഭവിച്ചു പോയതാണ്. സോ അങ്ങനെ ആ സംഭവിച്ചു പോയ കാര്യം എങ്ങനെ ഷൂട്ട് ചെയ്തു എന്നുള്ള കാര്യം മേ ബി നിങ്ങൾക്ക് ഇതിൽ ഈ വീഡിയോയിൽ ചിലപ്പോൾ കാണാനായിട്ട് പറ്റും. പോലീസിന്റെ അടുത്തൊരു ഡേയ്സ് നടക്കണം. ഡ്രീം കം ട്രൂ. കാലൊക്കെ വേദന ഉണ്ടാ? അടിയല്ലായിരുന്ന ആരെ നടക്കണം എന്ന് ഈ ഒരു വീഡിയോ എടുക്കുന്ന സമയത്ത് അത് എടുക്കുന്ന ടൈമിലുണ്ടായ എൻ്റെ ഒരു പ്രൗഡ് മൊമെൻറ്റ്, അതായത് എനിക്ക് ഭയങ്കരമായിട്ട് നല്ല ഫീൽ അടിച്ചൊരു കാര്യമാണ്. ഞാൻ പോലും പറഞ്ഞു എനിക്ക് ആ ഒരു സർക്കിൾ ചെയ്ത് പോകണമെന്നുള്ള കാര്യം എനിക്ക് അറിയണ്ടായിരുന്നു. പക്ഷേ ഓട്ടോമാറ്റിക്കലി ആ ഒരു സൈലോട്ട് കൊടുത്തതിന് ശേഷം ആ ക്യാപ്പ് എടുത്ത് അച്ഛൻ്റെ കയ്യിൽ വയ്ക്കുന്ന സമയത്ത്, തലയിൽ വയ്ക്കുന്ന സമയത്ത് എനിക്ക് ആ ഷോട്ട് കറങ്ങി എടുക്കണമെന്ന് പെട്ടെന്ന് എൻ്റെ മൈൻഡിൽ വന്നു. ഞാനതൊന്ന് കറങ്ങിയെടുത്തു. ഭയങ്കരമായിട്ട് ഇമോഷണലായി. അവർ മൂന്നുപേരും ഇമോഷണലായി, ഞാനും ഇമോഷണലായി. സത്യം കണ്ണൊക്കെ അങ്ങ് നിറഞ്ഞ് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞിടാതായിപ്പോയി. പിന്നെ എന്താ പറയുക, അങ്ങനെ നമുക്ക് ലൈഫിൽ വൺ ടൈം നടക്കുന്ന ഓരോ കാര്യങ്ങളാണ്. അതൊക്കെ നമ്മൾ മിസ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ? എന്താ പറയുക, കുറേ നാളത്തെ കഷ്ടപ്പാടിന് ശേഷം കിട്ടി. കിട്ടിയെന്ന് പറയാം. 9 മാസം 9 മാസം എക്സാക്റ്റ് ആണെങ്കിൽ 10 മാസം, ഏകദേശം 9 മാസം. ഉന്മേഷപൂരിതമായി എനിക്ക് എൻ്റെ ആരും ചോദിച്ചു വാട്ട് അബൌട്ട് ബ്രദർ ഇതെന്ന് പറയാൻ എൻ്റെ കുടുംബത്തിൽ എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരു, നമ്മൾ അത്രയും വെയിറ്റ് ചെയ്തിരുന്ന ഒരു പരിപാടിയാണ്. ഇമോഷണൽ ആണെന്ന് ചോദിച്ചാൽ എല്ലാവർക്കും ഒരു ഇമോഷണലുണ്ട്, പക്ഷേ നമ്മളത് പുറത്ത് കാണിക്കാത്തത്. അതെ, എപ്പോഴും സമയത്താണ്. സോ എല്ലാം മംഗളപൂർവ്വം കഴിഞ്ഞിരിക്കുകയാണ്. ഒരു തംസപ്പ് ഓർഡറാ. അനിയത്തി കുട്ടികളെ എന്തായാലും പറയൂ, ചേട്ടൻ്റെ എങ്ങനെയുണ്ട്? ചേട്ടൻ്റെ പരിപാടി സൂപ്പർ. ഇമോഷണലാണ് ആണെന്ന് ഉള്ളിൽ ഇമോഷണൽ. പറയൂ അനിയത്തി കുട്ടി, പറയൂ അച്ഛാ, എന്തുണ്ട്? എങ്ങനെയുണ്ട് കണ്ടിട്ട്? നന്നായിട്ടുണ്ട്. മകൻ്റെ പരേഡിൽ പ്രൗഡാണോ? സംശയം കാര്യത്തിൽ അതത്രേ ഉള്ളൂ. കരയടാ. അതായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ. ഒരു റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരു സമയത്തിരുന്നാണ് ഈ വീഡിയോ എടുക്കുന്നത്. ബിക്കോസ് കംപ്ലീറ്റ്ലി എല്ലാം കഴിഞ്ഞു, വൈൻഡ് അപ്പ് ആയി. ബട്ട് ഐ നോ ഒരുപാട് ഫാമിലീസ് ഇവിടെ ഉണ്ട്. എൻ്റെ ബ്രദറിൻ്റെ കൂടെ വന്നതാണെങ്കിലും അങ്ങനെ ഒരുപാട് ഫാമിലീസ് ഉണ്ട്. സോ എവറി ഫാമിലി അവരവരുടെ മകനായിട്ട് ആണെങ്കിൽ അത്രയും പ്രൗഡായിരിക്കും. സോ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സ് ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ ഗൈസ് പ്ലീസ് കമൻറ്റ് ബിലോ. ദാറ്റ്സ് ഓൾ ടു ടുഡേയ്സ് വീഡിയോ ഗൈസ്. നമ്മുടെ പോലീസ് ഫോഴ്സിനൊരു ബിഗ് സല്യൂട്ട്. ബൈ.